നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു ന്യൂസാണ് വിഭജികയുടെയും അതുല്യയുടെയൊക്കെ. അപ്പോൾ ഞാനത് കേട്ടപ്പം എനിക്കത് നോർമലി എപ്പോഴും കേൾക്കുന്ന പോലെ ഒരു ന്യൂസ് എല്ലാവരും അങ്ങനെ എടുക്കും. കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളതൊരു നമ്മുടെ ന്യൂസായിട്ട് എടുക്കൂ. അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ന്യൂസ് കേൾക്കുമ്പോൾ വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു, കുറച്ച് കഴിയുന്നു, അടുത്ത ആൾ വരുന്നു, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവർക്ക് മുമ്പും നമ്മളുടെ ഈ നമ്മുടെ ഇത് സഹോദരങ്ങൾ ഇതുപോലെ ഒത്തിരി പേർക്ക് ഇതേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ കുറേ നാൾ ന്യൂസ് നിൽക്കുന്നു, കുറച്ച് നാൾ കേസ് നടക്കുന്നു, ഒരു ശിക്ഷയാട്ടെ ഒന്നും നടക്കുന്നില്ല. അപ്പം എനിക്കതൊരു ഇതായിട്ട് തോന്നി. കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് നാളെ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എൻ്റേതല്ല, ആരുടെയും ജീവിതം ഇങ്ങനെ എന്തോ ആണെന്ന്. ഇപ്പം ഈ പുറമേ ഇങ്ങനെ നടക്കുന്ന പലരുടെയും ജീവിതം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കുറേ പേര് എന്നെ ഇങ്ങനെ സംസാരിച്ചപ്പോഴുമൊക്കെ ഇങ്ങനെ ഇവരുടെ കാര്യം പറയുമ്പോൾ അമ്മ ആ കുഞ്ഞിനെ കൊണ്ട് ആത്മഹത്യ ചെയ്തു, അല്ലെ കുഞ്ഞിനെ കൊല്ലാൻ അവർക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം, ആ അമ്മ കുഞ്ഞിനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതുപോലെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നൊന്ത് പറ്റിയ ഒരമ്മമാരോ അല്ലെങ്കിൽ നൊന്ത് പറ്റിയെന്നുള്ള സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ കൊല്ലാനായിട്ട് തോന്നണമെങ്കിൽ ആ മനസ്സത്രയും മനസ്സ് മരിച്ചിട്ടുണ്ടാവണം. എന്നെ സംബന്ധിച്ച് ഞാനത് ഓർക്കും. കാരണം നമ്മൾ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയും, എനിക്കെൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ പോകുമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരാം. കാരണം വേറൊന്നുമല്ല, കാരണം അമ്മ നോക്കുന്ന ഒരു സ്ഥാനത്ത് ഈ ലോകത്ത് ആര് നോക്കിയാലും ആവത്തില്ല. ഇപ്പം എൻ്റെ കുഞ്ഞിനെ ആണേലും എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ നോക്കും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എനിക്ക് അന്നേരം എൻ്റെ ഉൾമനസ്സിലുണ്ട്, ഞാൻ നോക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് അവന് വേറൊരാളുണ്ടാവില്ല. അപ്പം അതൊക്കെ ആ അമ്മ ഓർത്ത് കാണുമായിരിക്കും. അത്രയും ക്രൂരത അനുഭവിച്ചു, അവളില്ലാതായാൽ ആ കുഞ്ഞത് അനുഭവിക്കേണ്ട വരുമോ എന്ന് ചിന്തിച്ച് കാണുമായിരിക്കും. അതൊക്കെ കൊണ്ടായിരിക്കാം ആ പെണ്ണങ്ങനെ ചെയ്തത്. പക്ഷേ ചെയ്തത് തെറ്റാണ്, എന്നാൽ തെറ്റാണെന്ന് പറയാനും പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താ ചെയ്ത് കഴിയുമ്പോൾ കുറേ ഡയലോഗ് അടിക്കാൻ കുറേ ഫാമിലി മെമ്പേഴ്സ് വരും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകട്ടെ. അവർ അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ചു, എല്ലാം ചെയ്തു, എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായ ശേഷമല്ല, അല്ലെങ്കിൽ അത് ആ ഒരു കല്യാണം കഴിച്ച സമയത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ വീട്ടിൽ പറയുക, ആ വീട്ടുകാരന്വേഷിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുക. അത് പഠിച്ചു അല്ലെ ഇത്രയും ഈ